നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയ്ക്കുള്ളിലേക്ക് ദിലീപ് തിരിച്ചു വരുമ്പോൾ അവിടെ ചെറുതല്ലാത്ത പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നാണ് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത്. ദിലീപിനെ അമ്മയ്ക്ക് ഒരിക്കലും കൈവിടുക സാധ്യമല്ലായിരുന്നു. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ അദ്ദേഹം ജയിലിലേക്ക് പോയപ്പോൾ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ കനത്ത എതിർപ്പ് അദ്ദേഹത്തിന് നേരെ ഉയർത്തിയപ്പോൾ അമ്മയുടെ നേതൃത്വത്തിന് തൽക്കാലത്തേക്കെങ്കിലും ദിലീപിനെ കൈവിടുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം സസ്പെൻഷനിലായി താരസംഘടനയ്ക്ക് പുറത്തു പോകുന്നത്. അമ്മ എന്ന താരസംഘടനയ്ക്ക് ഒരിക്കലും ദിലീപിനെ മറക്കുകയോ കൈവിടുകയോ വയ്യ. കാരണം അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിനായി പണം സ്വരൂപിക്കാൻ 2020 എന്ന സിനിമ പിടിച്ചപ്പോൾ അതിൻ്റെ നിർമ്മാതാവായി രംഗത്ത് വന്നത് ദിലീപായിരുന്നു. മറ്റാരും ആ സിനിമ നിർമ്മിക്കാനുള്ള ധൈര്യം കാണിച്ചില്ല. തൻ്റെ കയ്യിലെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചാണ് അന്ന് 2020 എന്ന സിനിമ ദിലീപ് പിടിച്ചത്. ആ സിനിമ വലിയ വിജയമായിരുന്നു. കാരണം മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള മലയാളത്തിലെ ഏറെക്കുറെ എല്ലാ വമ്പൻ താരങ്ങളും അണിഞ്ഞിരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു 2020. അതിനുശേഷം ദിലീപ് പിടിച്ച് പതിയെ കയറി മലയാള സിനിമയെ മുഴുവൻ തൻ്റെ കൈക്കുള്ളിലാക്കി. മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനെതിരെ മറുത്തു പറയാൻ ഒരു വാക്ക് പോലും മറുത്തു പറയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയുള്ള അമ്മ ദിലീപിനെ പുറത്താക്കേണ്ടി വന്നു. കാരണം നിവൃത്തികേട് കൊണ്ട് തന്നെ. കേസിൽ പ്രതിയായി ജയിലിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് അമ്മയിലെ തന്നെ മറ്റൊരു അംഗത്തിനെ ലൈംഗികമായി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയെന്ന വിചിത്രമായ കേസ് ഉയർന്നു വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ദിലീപിനെ കൈവിടാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധം സമൂഹത്തിലും ഉയർന്നപ്പോൾ, അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കുള്ളിലും സമൂഹത്തിലും ഒക്കെ പൊതുബോധം തന്നെ ദിലീപിനെതിരായപ്പോൾ അദ്ദേഹത്തെ കൈവിടേണ്ടി വന്നു. എന്നാൽ ഇനി എങ്ങനെയാണ് ദിലീപ് അമ്മയിലേക്ക് തിരിച്ചു വരിക? ദിലീപ് അമ്മയിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയുടെ ഇപ്പോഴത്തെ നേതൃത്വം ദിലീപിനോട് ഏറ്റുമുട്ടാനും നിൽക്കില്ല. കാരണം ഇപ്പോൾ സ്ത്രീകളാണ്, സിനിമാ നടികളായിട്ടുള്ള ഇരുന്നവരാണ് ഇപ്പോൾ അമ്മയുടെ നേതൃത്വത്തിലുള്ളത്. ശ്വേതാ മേനനെ പോലുള്ളവർ അവരാരും ദിലീപായിട്ട് അങ്ങനെ ഏറ്റുമുട്ടലൊന്നും നിൽക്കില്ല. കാരണം അവരെല്ലാവരും കൃത്യമായി ദിലീപിനെ അറിയുന്നവരാണ്. എന്നാൽ അമ്മയ്ക്കുള്ളിൽ ദിലീപിനെ വീണ്ടും പ്രവേശിപ്പിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പ് ആരെങ്കിലും ഉയർത്തിയാൽ എന്തായിരിക്കും അമ്മയ്ക്കുള്ളിലെ ആ പൊട്ടലും ചീറ്റലും? അത് വളരെ വിചിത്രമായിരിക്കും, അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിരിക്കുമെന്നാണ് പറയുന്നത്. ദിലീപിനെ അമ്മയിലേക്ക് കൊണ്ടുവരാൻ ഇനി യാതൊരു നിയമ തടസ്സവുമില്ല. കാരണം അദ്ദേഹത്തിന് കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ അദ്ദേഹം അമ്മയിലേക്ക് വരും. ദിലീപ് അമ്മയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് മുഴുവനായിട്ട് സ്ത്രീ നേതൃത്വമാണ് അമ്മയ്ക്കുള്ളത്. അപ്പോൾ ദിലീപിനെ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ദിലീപ് ഒരു സാധാരണ അംഗമായി അമ്മയെ തുടരേണ്ടി വരും. പക്ഷേ പണ്ടുണ്ടായിരുന്ന അതേ സ്വാധീനം അമ്മയിൽ ദിലീപിനുണ്ടാകുമോ? പണ്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നെടുമുടിയുടെയും ഇന്നസെൻറ്റിനെയും എല്ലാവരെയും നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു പാടവം, ഒരു കഴിവ് ഈ ദിലീപിനുണ്ടായിരുന്നു. കാരണം അമ്മയുടെ സിനിമ നിർമ്മിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സമ്പാദ്യമെടുത്താണ് അമ്മ നിർമ്മിച്ച സിനിമ പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് ദിലീപായിരുന്നു. തൻ്റെ സമ്പാദ്യം മുഴുവൻ മുടക്കിയാണ് അമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം സിനിമ എടുത്തത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ദിലീപിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന അവസ്ഥയിലായിരുന്നു. കാരണം അവർക്കാർക്കും ഞാൻ സിനിമ പിടിക്കാൻ ധൈര്യം ഉണ്ടായില്ല. മമ്മൂട്ടിക്കും മോഹൻലാലിനൊന്നും ഈ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, മലയാള സിനിമയിലെ എല്ലാ നടീനടന്മാരെയും ഉപയോഗിച്ചൊരു ബ്രഹ്മാണ്ഡ ചിത്രം പിടിക്കാനൊന്നും മമ്മൂട്ടിക്കും മോഹൻലാലിനും ധൈര്യമില്ലാതിരുന്നപ്പോഴാണ് ദിലീപ് സാധാരണക്കാരനായി ആളുകൾ നടന്ന, സാധാരണ മനുഷ്യനെ ആളുകൾ നടന്ന് ബസ്സിൽ കയറി നടന്ന, സൈക്കിളിൽ ഓട്ടിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ നടനായ ശേഷം തൻ്റെ സകല സമ്പാദ്യം ഉപയോഗിച്ച് അമ്മയ്ക്ക് വേണ്ടി സിനിമ പിടിക്കാൻ ഇറങ്ങിയത്. അതോടുകൂടി മമ്മൂട്ടിയും മോഹൻലാലും നെടുമുടി വേണുവും മണിയം പിള്ളരാജുവും ഗണേഷും മുകേഷും സിദ്ദിഖും എല്ലാം ദിലീപ് പറയുന്ന, ദിലീപിൽ വരച്ച വരയിൽ നിർത്തി, അല്ലെങ്കിൽ ദിലീപ് പറയുന്നിടത്ത് അവർ വന്നു, ദിലീപ് വരയ്ക്കുന്ന വരയിലൂടെ അവർ നടന്നു. അങ്ങനെയാണ് ദിലീപ് ഈ സംഘടനയെ, അമ്മ എന്ന സംഘടനയെ തൻ്റെ പോക്കറ്റിനുള്ളിലാക്കിയത്. എന്നാൽ ഇപ്പോൾ ദിലീപ് തിരിച്ചു വരുമ്പോൾ തന്നെ പണ്ട് പുറത്താക്കാൻ, അമ്മയിൽ നിന്ന് പുറത്താക്കാൻ ചരട് വലിച്ചവർ ഇപ്പോഴും ആ സംഘടനയിലുണ്ട് എന്ന് ദിലീപിന് നന്നായി അറിയാം. അവരെയൊക്കെ ദിലീപ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ദിലീപിനെ കളഞ്ഞേ അടങ്ങുമോ എന്ന് വാശി പഠിച്ച ചില യുവ നടന്മാർ ആ സംഘടനയിൽ ഇപ്പോഴും സജീവമാണ്. അവരെ എങ്ങനെയായിരിക്കും ദിലീപ് കൈകാര്യം ചെയ്യുക? കാരണം ദിലീപ് നല്ല പകയുള്ള ആളാണ്. തന്നെ വേദനിപ്പിച്ച ഒരാളെയും അദ്ദേഹം വെറുതെ വിടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി അമ്മയിൽ നടക്കാൻ പോകുന്നത് എന്താണ്? ദിലീപ് വരുമ്പോൾ ഇനി അമ്മയിൽ എന്ത് നടക്കും? ദിലീപിൻ്റെ രണ്ടാം വരവിൽ അമ്മയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അമ്മയിലെ പൊട്ടലും ചീറ്റലും അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുമോ, അതോ ജനങ്ങൾ മുഴുവനും അറിയുമോ? അത്രയ്ക്ക് വലിയ ചില നീക്കങ്ങൾ അമ്മയ്ക്കുള്ളിൽ നടന്നേക്കാമെന്നൊക്കെയാണ്. അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ നേതൃത്വത്തിലെ പഴയ നേതൃത്വം തിരിച്ചു വരാം.
എന്നൊക്കെ വിശ്വസിക്കുന്നവരുമുണ്ട്. കാരണം ഇപ്പോഴുള്ള വനിതാ നേതൃത്വത്തെക്കുറിച്ച് ആർക്കും അത്ര വലിയ അഭിപ്രായമില്ല എന്നാണ് അതിൽ അംഗങ്ങളായിരിക്കുന്നവർ തന്നെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇനിയും വീണ്ടും പുരുഷ നേതൃത്വം അമ്മയിലേക്ക് വരുമോ? ദിലീപിനെ എതിർത്ത് ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ ചട വലിച്ചവരുടെ അവസ്ഥ ഇനി എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മലയാള സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത്. ദിലീപ് അമ്മയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് പൊട്ടിത്തെറിയാണ് അമ്മയിൽ ഉണ്ടാകാൻ പോവുക?